നമ്മളൊരു 4 ദിവസത്തെ ഒരു ഫോട്ടോ പ്രദർശനം കഴിഞ്ഞ വർഷത്തെ പോലെ കേരള ലളിതകല അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുകയാണ്. ഇതൊരു യാത്ര എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ ഒരു പാഠപുസ്തകത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ യാത്രകൾ സംഘടിപ്പിക്കുകയും ഒറ്റപ്പെട്ട ജീവിതത്തെ കുറെ കൂടി സന്തോഷകരമാക്കുകയും ചെയ്യുന്ന ഒരു ബന്ധുബലം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നത് ജനറൽ കൺവീനർ ജഷിൻ പാലത്തിങ്കൽ, ചെയർമാൻ വിജയരാഘവൻ, ഞാൻ ഇതിന്റെ കോർഡിനേറ്റർ രാജൻ തലവർ, ഇവര് രജിസ്ട്രേഷൻ കൺവീനർ ബിന്ദു വാരിപ്പറമ്പിൽ. പ്രോഗ്രാം ഇതിൻ്റെ ഇടയിൽ കുറെ യാത്രാ സംഗമം കൂടിയുണ്ട്, യാത്രിക സംഗമം കൂടിയുണ്ട്. അതിൻ്റെ ഒരു ആർട്ട് പ്രോഗ്രാം ഒക്കെയുള്ള ഗായകൻ കൂടിയായിട്ടുള്ള ജഗതി ടി വി അതിന്റെ പ്രോഗ്രാം കൺവീനറാണ്. ഇതിൽ നമ്മളൊരു എൻട്രി മൊബൈൽ ഫോട്ടോ ആവണം എന്നുള്ളൊരു നമുക്കുണ്ട്. ഒരു എൻട്രി ഒരാൾക്ക് ഒരു രജിസ്ട്രേഷനിൽ 3 ഫോട്ടോ അയക്കാം. അതിന്റെ എക്സ്പെൻസ് ആണ് നമ്മൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് 150 രൂപ. അവർക്ക് ഫോട്ടോ തിരിച്ചു കൊണ്ടുപോകാം. പ്രദർശന ശേഷം അവർക്ക് ഫോട്ടോ മത്സരാർത്ഥിക്ക് തിരികെ കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിൽ 1ാം സമ്മാനം 5000 രൂപ, 2ാം സമ്മാനം 3000 രൂപ, 3ാം സമ്മാനം 2000 രൂപ. അതാണ് ജനറൽ വിഭാഗം. ഏത് യാത്രികനും ഏത് യാത്രക്കാരനും അവരുടെ യാത്രാവേളയിലെ ഫോട്ടോ അയക്കാം. അതാണ് 1ാം വിഭാഗം, ജനറൽ വിഭാഗം യാത്രികർ. 2ാമത്തെ യാത്രയുടെ യാത്രകൾ, ഒരു 55 യാത്രകളിൽ 3 കൊല്ലം കൊണ്ട് നടത്തി കഴിഞ്ഞു. വിദേശ, സ്വദേശ അല്ലെങ്കിൽ കേരള യാത്രകളായിട്ട്. അപ്പൊ അതിന്റെ ഫോട്ടോസാണ് നമ്മൾ യാത്രാപഥം എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളത്. അത് 3000 രൂപ, 2000 രൂപ, 1000 രൂപ എന്നാണ് അതിന്റെ പ്രൈസ് സംഖ്യ. പിന്നെ ട്രോഫി സർട്ടിഫിക്കറ്റും ആണ് കൊടുക്കുന്നത്. അപ്പോ എല്ലാവരും സഹകരണം വേണം. വാർത്തകാർക്ക് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം കൂടി. കൂടുതൽ ഫോട്ടോയെ അടുത്തറിയുന്നവരാണ് പത്രപ്രവർത്തകർ. കഴിഞ്ഞ നമ്മളൊരു പത്രപ്രവർത്തകരാണ് 1ാം സ്ഥാനം കിട്ടിയത്. നമ്മുടെ മാതൃഭൂമിയുടെ ഒരു കൊടകര രഞ്ജിത്ത്, കൊടകര ലേഖകൻ രഞ്ജിത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോ കഴിയുന്ന പ്രൊഫഷണൽ അല്ലാതെ നോക്കുന്നുണ്ട്. പക്ഷെ യാത്ര നിബന്ധന വെക്കും ക്വാളിറ്റിയുള്ള ഫോട്ടോസ് വന്നോട്ടെ. അയച്ചത് മുഴുവൻ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നില്ല. അതിന് സമിതി, നമ്മളൊരു വിദഗ്ധ സമിതിയെ നമ്മൾ നിയമിക്കുന്നുണ്ട്. അവരുടെ സെലക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക. എല്ലാ കോസ്റ്റും നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫീസിലാണ് സംഘടന ചോദിക്കും. നമുക്കറിയാലോ, ഒരു 18-12 ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്കൊരു 60 രൂപ ചെലവുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണുന്നത്. പിന്നെ 10-200 ടീച്ചർമാരുൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ വാളണ്ടിയേഴ്സ് ആയിട്ട് കഴിഞ്ഞ കൊല്ലം വന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ആ ഒരു കൂട്ടായ്മ കൂടി നിലനിർത്തിയിട്ടാണ് നമ്മൾ. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞാൽ ജനറൽ ഏത് യാത്രയിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാന്നുള്ളതാണ് 1ാം വിഭാഗം. അത് യാത്രക്കാരെന്ന് മാത്രമേ ഉദ്ദേശിക്കൂ. 2ാമത്തെ യാത്രയിൽ യാത്രയുടെ യാത്രയാണ് അത് യാത്ര. അവർക്ക് അതിൽ പങ്കെടുക്കാൻ അവർക്ക് ഒരു കാറ്റഗറി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവർക്ക് കാറ്റഗറി കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാറ്റഗറി കൊടുത്തു, പക്ഷെ പ്രൈസ് കൊടുത്തിരുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ അവർക്ക് കൂടി പ്രൈസ് കൊടുക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഒരു ഡിസ്പ്ലേ ഒരു ഏരിയ കൊടുത്തു മാത്രം. ഇതിൽ നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് റെസൊല്യൂഷൻ ഫുൾ ആയിട്ട് കുറെ ജഡ്ജസ് തീരുമാനിക്കും. അവരുടെ ഒരു നോട്ടത്തിൽ കിട്ടും. അതൊരു വീട്ടിലൊക്കെ ഒരു ജനാലിക്കിരിക്കുന്ന ആയിട്ട് നോക്കി കുറെ പടങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു യാത്രയുടെ ഏത് സ്ഥലത്താന്നൊക്കെ അതിൽ കാണിക്കണം എന്ന് അതിൽ പ്രത്യേകം പറയുന്നു. ഇന്ന സ്ഥലത്തെയാണ് എന്നൊക്കെ അതില് പറയണം. ഒരു പുതുമ എന്ന രീതിയിലാണ് യാത്ര മാത്രം പ്രമേയാക്കിയിട്ടുള്ള ചിത്രങ്ങൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യൂ. വൺസ് ഒന്നല്ല, മന്ത്ലി നമ്മൾ 2-3 യാത്രയുണ്ട്.
ഡെസ്റ്റിനേഷൻ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? അതിപ്പോ നമ്മുടെ ഒരു കൂടുതൽ താല്പര്യമുള്ള ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ മെയ് അല്ല മാർച്ച് 21 നമ്മൾ മേഘമലയ്ക്കാണ് പോകുന്നത്. മേഘമലയ്ക്ക് പോകുമ്പോ അതിന്റെ കൂടെ മൂന്നാർ കൂടി നമ്മൾ എടുക്കുന്നു പറഞ്ഞു. വേനലാണ് മൂന്നാറിൽ നമ്മൾ എടുക്കുന്നു. 2 ദിവസം മൂന്നാറിൽ താമസിച്ചിട്ട് KSRTC റൈഡ് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 2000 പേരുണ്ട്. 2 ഗ്രൂപ്പ്. ഇത് രാജനെ കിട്ടുന്നുണ്ടല്ലേ യാത്ര അല്ല അല്ല അതിൽ യാത്ര ചെയ്യുന്നവരുടെ മാത്രം ഗ്രൂപ്പ് യാത്രാ പദം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതാ യാത്രയിൽ പങ്കെടുത്തവരുടെ ഗ്രൂപ്പാണ്. 2 ഗ്രൂപ്പായിട്ടാണ് വാട്സപ്പ്. ഒന്ന് 1025 ഒന്നാം ഗ്രൂപ്പ്, രണ്ടാമത്തേല് ഒരു പിന്നെ ഫേസ്ബുക്കിലും ഉണ്ട്. ഫേസ്ബുക്കില് 45,000 നമ്മളൊരു ആവറേജ് ഒറ്റ വണ്ടി നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ അതിന്റെ ഒരു പാക്കേജ് ടോട്ടൽ പാക്കേജാണ്. അതിന് ഭക്ഷണം, എൻട്രി, വണ്ടിയുടെ ചെലവ്, താമസം എല്ലാം ഉള്ള ഒരു മോഡറേറ്റ് റേറ്റ്. വളരെ റേറ്റ് കുറവെന്ന് നമ്മൾ പറയുന്നില്ല. ആ അന്തസ്സിൽ താമസിക്കുന്ന ഹോട്ടലുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീരെ എക്കണോമിക്കൽ അല്ല, ഒരു മീഡിയം റേറ്റ് വരും ചെയ്യും. ഇപ്പൊ നമ്മളെ ഒരു കുളു മണാലി ഉണ്ട്, ഷിംല, കുളു മണാലി, വാഗ ബോർഡർ. അതൊക്കെ നമുക്ക് 3 മാസം മുമ്പൊക്കെ ഫുള്ളായതാണ്. ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ട്രെയിൻ ടിക്കറ്റിനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് 2 മാസം മുമ്പ് ടിക്കറ്റ് എടുക്കണം. അതൊക്കെ നേരത്തെ ഫുള്ളായതാണ്. അതൊക്കെ അനൗൺസ് ചെയ്ത 2 ദിവസം കൊണ്ട് ഫുള്ളും. അത്ര ആൾക്കാര് താല്പര്യമുള്ളവർ മാത്രമാണ് അതിലുള്ളത്. അവിടെ ഒരു ഗുഡ് മോർണിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കടയുണ്ട് ഒരു ഗുഡ് മോർണിംഗോ വേറെ വിശേഷമോ ആർക്കേക്ക് പോയായിക്കോട്ടെ, അതൊന്നും അവിടെ നമ്മൾ അനുവദിക്കില്ല. സാധാരണ ഗ്രൂപ്പിൽ കാണുന്ന കാര്യങ്ങളാണ്.